ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അല്ലേ. അപ്പം അങ്ങനെ ചോറിനൊക്കെ തീയൂട്ടി ഇന്ന് വൈകിയ വണ്ടിക്കാട്ടാ ചിന്നു വന്നു കഴിഞ്ഞാൽ വരില്ലായിരിക്കും ചേച്ചി. അപ്പോൾ ചിക്കൻ്റെ എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഉണ്ടെങ്കിൽ ഞാൻ ഉൾക്ക് പിറ്റേസിക്ക് രാവിലേക്ക് എടുത്തേക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് തന്നെ കറിയൊക്കെ ഒഴിച്ചിട്ട് വെച്ച് കൊടുത്താൽ ഒറ്റ വയറല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കൂട്ടാ വന്നിട്ടുണ്ട് വെച്ചിങ്ങനെ ഒന്നും ഇല്ലാണ്ട് ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുപയർ കറിയും വെള്ളപ്പാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഞാൻ വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ കുറച്ച് കൂടി പോയിട്ടാ. പിന്നെ അതിൽ കുറച്ച് നാളികേരം അരച്ചിട്ട് വെച്ചെങ്കിൽ പിന്നെ അത് കയറും പിറ്റേ ദിവസത്തേക്കൊക്കെ എടുത്തേക്കേണ്ടി വരില്ലേ. അപ്പോൾ ഇവിടെ അന്ന് വെക്കണ കേട്ടോ ഏറ്റവും ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ നാളികേരം അരയ്ക്കാതെ സ്കൂളിലൊക്കെ വെക്കില്ലേ ചെറുപയർ കറി, ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ വെച്ചത്. പയർ ഉപ്പിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചിട്ട് പച്ചമുളക് ഇട്ടിട്ട് വേവിച്ചിട്ട് മഞ്ഞപ്പൊടിയൊന്നും ഇടില്ല കേട്ടോ. ഒരു കഷ്ണം സവോളയാണ് ഇട്ടിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് അത് വേവിച്ച് വറവിടുക കേട്ടോ. ഇനി ഒന്ന് കുറുക്കിൻ്റെ എടുക്കുക, ആ വെള്ളം കുറച്ച് വറ്റിയിട്ട് ഒരു ഗ്രേവി പോലെ മതി, അപ്പോഴാണ് നല്ല രസം കേട്ടോ. അപ്പോൾ പിന്നെ ആണ്ട് കഴിഞ്ഞിട്ടാ, പിന്നെ ബാക്കിയാവാനൊന്നും ഉണ്ടായിരുന്നില്ല, 3 ആളാണ്ട് കഴിച്ചിട്ടാ. അപ്പോൾ മോന് നല്ല ഇഷ്ടമായി. പിന്നെ നല്ല സോഫ്റ്റ് വെള്ളപ്പന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കാലത്ത് അരച്ച് വെച്ചതാട്ടാ, ഒരു 5:45 ആകുമ്പോൾ അരച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ അത് ഉണ്ടാക്കിയത് ഒരു 8 മണിയൊക്കെ വരാമ്പോഴാട്ടാ. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പം തന്നെ കിട്ടിയിട്ടാ. അങ്ങനെ പയറൊക്കെ വറ്റി നല്ല കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ അങ്ങേ അടുപ്പത്ത് നമ്മൾ ഇന്നലെ പപ്പായ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പപ്പായ ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കടുക് പൊട്ടിച്ചിട്ട് ഓമക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ 2 ഇല്ലി വേപ്പിൻ്റെ ഇലയും 2 ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ അതിൻ്റെ മേലെ പച്ചമുളകും ഒക്കെ ഇട്ടാ. എന്നിട്ട് ഇങ്ങനെ ആവിയിൽ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. അപ്പം നമുക്ക് കിട്ടുമ്പോഴല്ലേ എങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിക്കുക. അല്ലാതെ നമ്മൾക്ക് ഓമക്കായൊന്നുമില്ല. എത്ര റെഡ് ലേഡിയുടെ വരെ മോള് കൊണ്ടുവന്നിട്ട് വെച്ച് നല്ല ഉഷാറായിട്ടുണ്ട് വന്ന് കണ്ട് കൂമ്പണ്ട് ഒരു മുരടിച്ച പോലെ ആയിട്ടാ. അപ്പോൾ ഇവിടെ എന്തോ ഓമക്കായ ഉണ്ടാവില്ല കേട്ടാ. അങ്ങനെ ഞാൻ വെള്ളയപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടാ. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് കാണുക കേട്ടോ കൂട്ടുകാരെ. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ പിടിച്ചിരിക്കണത്. അല്ലെങ്കിൽ ഞാൻ എന്നോ ഇതൊക്കെ ഇട്ട് എറിഞ്ഞിട്ട് ഞാൻ പോയിണ്ടാവും കേട്ടോ. അത്രയും ആയി നമ്മളിതിൽ ക്ഷമോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ നിൽക്കും കേട്ടോ. ഇട്ടെറിഞ്ഞിട്ട് പോകുകയൊന്നുമില്ല, പോകാനൊന്നല്ലല്ലോ നമ്മൾ വന്നത് അല്ലേ. അപ്പം അപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അപ്പത്തിലേക്ക് ഈ പയർ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ അടുപ്പത്ത് അപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മളെ പപ്പായും ഏതാണ്ട് വെന്ത് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഉപ്പ് ശകലം കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇന്നലെ കണ്ടില്ല ഒരു ന്യൂസ്, മക്കളെ 15 വയസ്സുള്ളൊരു കുട്ടീനെ അടിച്ച് കൊന്നത്ര സമപ്രായക്കാർ. എന്താ അല്ലേ നമുക്ക്, ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും ഇനി പറയണില്ല. എന്താണ് നമുക്ക് കാണാൻ പറ്റണില്ല കേട്ടാ. എന്ത് പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ആ കുട്ടീനെ വളർത്തിയെടുത്തിട്ടുണ്ടാവുക. അതും നല്ല പഠിക്കണ കുട്ടിയാണത്ര. ഓ, നമുക്ക് കേൾക്കുമ്പോൾ തലോട്ടി അടക്കം പോസ്റ്റ്മോർട്ടത്തിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ എൻ്റെ 2 മക്കളെന്ത് കയറി ആ നല്ല പോലെ അവിടെ കെടുക്കല്ലായിരുന്നു ചേച്ചി. 2 എന്തിയേ എന്ത് കഴിഞ്ഞ്. അപ്പം കുട്ടീനായിട്ട് നടക്കൽ തുടങ്ങിയിട്ടാ. അപ്പം ഞാൻ ഏച്ചിലൊരു ബോക്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് വന്ന് ഒരു തുണിയൊക്കെ ഇട്ടിട്ട് നോക്കുമ്പോഴത്തേന് അതിനെടുത്തിട്ട് പോർക്കണിട്ടാ. നല്ല 3 മക്കളാണ്. ഓരോന്നിനെ മേലെയായിരുന്നു 3. വാർപ്പിൻ്റെ മേലെ ഒരു കോഴിക്കൂടുണ്ട് അതിൽ. പിന്നെ ഇപ്പം മിനിഞ്ഞാന്ന് നീ നോക്കുമ്പോൾ അതിലൊന്നും കാണാനില്ല. അപ്പോൾ ഇവൾ എടുത്ത് കൊണ്ടുവരക്കണം കേട്ടോ. ഇങ്ങനെ കൊണ്ടടക്കും. അപ്പോൾ ഇന്ന് കോഴിക്കൊട്ടുമ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഒന്ന് അടുക്കളയത്തൊക്കെ വേഗം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോഴിക്കൂടുമ്പലത്തെ ഓടൊക്കെ എന്നിട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഏട്ടനും മോനൊക്കെ ഉണ്ടെന്ന് ഇവിടെ. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് പിടിച്ച് നീക്കിയിട്ടാൽ ആ മതിലിൻ്റെ ഈ കോഴിക്കൂട് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ, 2 ആശാരിമാരെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ നെറ്റാണ് അടിച്ചുള്ളത്. ആ നെറ്റൊക്കെ ദ്രുമിച്ചിട്ട് ഇങ്ങനെ കീരിക്കൊക്കെ ബാക്കിൽ കൂടെ കയറാം, അങ്ങനത്തെ ഓട്ടയാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ഈ കീരിനെ എന്താണാവോ പൂച്ചാളെ പേടിച്ചിട്ട് എന്താണാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കൊക്കേന് രാത്രി എടുത്തുകൊണ്ട് പോകും. പിന്നെ നമ്മളൊരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പു എന്ത് ചെയ്യുന്നിട്ടാ. അപ്പുവിനെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുവിനെ ഞാൻ എവിടെയും വിട്ടിട്ടൊന്നുമില്ല. അപ്പു ആൾ കുറച്ച് കൂസൃതിയാണ് വെച്ചെങ്കിലും ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടാ. അപ്പോൾ കോഴിക്കൂടിൻ്റെ എല്ലാ ഓടുകളും എടുത്ത് വെച്ചിട്ട് വേണം ഒന്ന് നീക്കിയിടാൻ. അപ്പം ഇന്ന് ഫുള്ള് പണിയാണ് കേട്ടാ. അപ്പോൾ ആണി മേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 കൂടും ഒന്ന് അടിയൊക്കെ ചെറിയൊരു കൂടുണ്ട്, അത് അടിയൊക്കെ കേട് നടക്കണം കുറച്ച്. അപ്പോൾ അത് പൊളിച്ചിട്ട് അതിൽ കഷ്ണങ്ങൾ ഒക്കെ എടുത്തിട്ട് ഈ കൂടുമ്പരിക്ക് അടിച്ചിട്ട് ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മറച്ചിട്ടുണ്ട് അപ്പുറത്തേക്ക്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് വേണം അടിക്കാൻ. അപ്പം ഒന്ന് നല്ല തിരക്കിലാണ്. അങ്ങനെ ഏട്ടൻ എന്തിനാ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കൈ കഴുകാൻ വേണ്ടി അടുക്കളയ്ക്ക് വന്നപ്പോഴേ പൈപ്പ് തിരിച്ചപ്പോൾ വെള്ളമില്ല. അപ്പം എന്നോട് പറഞ്ഞു ടാങ്കി വെള്ളമില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ സാധാരണ രാവിലെയാണ് മോട്ടർ ഇട്ടിട്ട് നല്ല വെള്ളമൊക്കെ ചോറിനും ഒക്കെ എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു പൈപ്പ് തിരിച്ചാലല്ലേ വെള്ളം വരിക എന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു നോക്കി വെള്ളമില്ല. അപ്പം ഞാൻ അങ്ങനെ എനിക്കുണ്ട് അങ്ങനത്തെ ഒക്കെ ഒരു പണിയായി. അപ്പോൾ കോഴിക്ക് ഞാൻ വെള്ളം തിരിച്ചിട്ട് തുറന്നു വിട്ടുണ്ടായിരുന്നില്ലേ, പൈപ്പ് കൂട്ടാൻ മറന്നു മക്കളെ. വലിയ ടാങ്കാണ്. ആ ടാങ്ക് വെള്ളം ഫുള്ളും നമുക്ക് അങ്ങോട്ട് വെള്ളം ഒലിച്ച് വരുമ്പോഴൊക്കെ നമുക്ക് അറിയാമല്ലോ. പക്ഷേ ആ പൈപ്പ് കിടന്നിരുന്നോടത്ത് അങ്ങോട്ട് താന്ന് വെള്ളം അത്രയും ഭൂമി ചൂടായിട്ട് കിടക്കുകയല്ലേ. അപ്പോൾ ഒരു ടാങ്ക് വെള്ളമുണ്ട് ഇതായിട്ടാക്കി ഭയങ്കര വിഷമമായിട്ടാണ്. ഇങ്ങനെയാണ് ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഉത്സവം ഇന്ന് തുടങ്ങുകയാണ്. അപ്പം ഒന്ന് താലം വരുന്ന നേരത്ത് ഇവിടുന്ന് ഒന്ന് താലയിട്ടൊന്ന് എതിരേൽക്കാൻ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരത്ത് അതിന് പോകണം. പിന്നെ ഇന്ന് കുടുംബശ്രീ ഉണ്ട് 3 മണിയാകുമ്പോൾ. അപ്പം മൊത്തത്തിൽ ഇന്ന് ആകെ ആർക്കും തിരക്കൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ഒന്ന് തമ്പിട്ടിട്ട് തന്നെയാണ് കേട്ടാ. തമ്പിട്ട് കഴിഞ്ഞാൽ പോയി കാര്യം. അപ്പോൾ ഇപ്പോൾ ഈ പൊളിക്കണ ചെറിയ കൂട് ഇവിടെ ഉണ്ടാക്കിയതാട്ടാ. അത് മോൻ്റെ ഒരു തുണക്കാരനെ കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഒരു കോഴിക്കൂട് ഉണ്ടാക്കിയതാട്ടാ. എന്നാലും ഇപ്പോൾ കുറേ അതിൽ ഉപകാരമായിട്ടാ. ഒരു 9-10 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഇപ്പോഴാണ് കേട്ടോ കേട് വന്നിട്ടുള്ളൂ. അപ്പം ഇനി മേലെ ഒരു ചെറിയ കൂട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. നല്ല ഉറപ്പുണ്ട്. പക്ഷേ മേൽഭാഗത്തേക്കൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് ഇവിടുന്നുണ്ട് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല ഉണ്ടെങ്കിൽ അപ്പോൾ എടുത്തിട്ട് അതിങ്ങോട്ട് ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കോഴികൾക്ക് എല്ലാം കൂടി ഒന്നിലാകുമ്പോൾ തല്ലുകൂടൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇനി ചൂടൊക്കെ ഒന്ന് കുറഞ്ഞാൽ മറ്റേ ഇടയ്ക്കൊക്കെ ഒന്ന് കോഴീനെയൊക്കെ ഒന്ന് വിരിപ്പിക്കാൻ വെക്കും കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടാണ്. അപ്പം നമ്മളെ കോഴിക്കോട് കണ്ടില്ലേ, എല്ലാതും അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടാണ്. ഇവിടെയൊക്കെ വലിയ വലിയ ഹോളായിരുന്നു നെറ്റ് പൊളിഞ്ഞിട്ട്. അങ്ങനെ വിൻറ്റേജ് ചോദിച്ച് ഇപ്പോൾ ഒന്നേ കാലമായിട്ടാണ്. അപ്പോൾ ഒരു 12:30 ആകുമ്പോൾ വിൻറ്റേജ് ചോദിച്ചേ എടി എനിക്ക് കട്ടൻ വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കട്ടൻ വേണ്ടാന്ന്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ എനിക്ക് കട്ടൻ കുടിക്കാൻ തോന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വിൻറ്റേജ് നിങ്ങളത് ചോദിച്ചപ്പോൾ എനിക്ക് കട്ടൻ കുടിക്കാൻ തോന്നിയാലപ്പോൾ എനിക്ക് കട്ടനൊക്കെ ഉണ്ടാക്കി തന്നിട്ടാ. അപ്പോൾ എനിക്ക് വല്ലാണ്ട് വിശപ്പില്ല. പിന്നെ നോക്കുമ്പോൾ 1:15 മണി. അപ്പോൾ ഏട്ടനും മോനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഏട്ടൻ അടുക്കളയിലൊക്കെ വന്ന് നോക്കിയിട്ടാ. അപ്പോൾ പച്ചക്കറിയൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞാൻ വേഗം പുളിയും പരിപ്പും വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉണക്കച്ചെമ്മി മാങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ വേഗം കുക്കറിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിരുന്നിട്ടാ. സാമ്പാർ കഷ്ണം അതിലത്തെ വേവുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിൽ പരിപ്പും കൂടി കണ്ട് വേവിച്ചിട്ട് പിന്നെ തക്കാളിയും വഴുതനങ്ങയും ഒക്കെ കൂടിയാണ്ട് വഴറ്റിയിട്ട് ഇതിലേക്കാണ്ട് ഒഴിച്ചതാട്ടാ. അപ്പോൾ നാളികേരം അരയ്ക്കാതെ വെക്കാച്ചിട്ടേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നാളികേരം അരയ്ക്കുക. അപ്പോൾ വറുത്ത നാളികേരം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അടിപൊളി സാമ്പാർ ഇട്ടാ. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നല്ല സ്വാദാവൂലേ. ഒരു 1.5 സ്വാദായിരുന്നു കേട്ടോ. അപ്പോൾ ഉലുവാപ്പൊടിയും കായപ്പൊടിയും സാമ്പാർ പൊടിയും മല്ലിയുടെ ഇലയും എല്ലാതും ഇട്ടിട്ടാ. നമ്മളിങ്ങനെ നോറ്റും ചിലപ്പോൾ സാമ്പാർ വെച്ചാൽ എത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ വെള്ളപ്പത്തിൻ്റെ കുറച്ച് മാവ് ഉണ്ടായിരുന്നിട്ട് അതിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അത് ഞാൻ വേവിച്ച് വയ്ക്കുക കേട്ടോ, കിണ്ണത്തിൽ ഒഴിച്ചിട്ട്. അപ്പോൾ 4 മണിക്ക് ഒരു ചായക്ക് ഒരു ചെറിയൊരു കടിയാകുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇടയ്ക്കൊക്കെ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കണം. ഈസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മളെ കിണ്ണത്തിൽ ഒഴിച്ചതൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അപ്പം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ചിട്ട് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടാണ്. അങ്ങനെ വൈകുന്നേരത്ത് പിന്നെ ചായക്ക് അതൊക്കെ ആയിരുന്നു. പിന്നെ അന്ന് ഞാൻ ഉപ്പിട്ട ഉണക്കലുണ്ടല്ലോ, ഉണക്കൽ
അതാണ് കേട്ടോ വറുത്തത്. സാമ്പാറും മുളക് വറുത്ത് അച്ചാറിൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ ബൈ.